പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാണ്ട് നടക്കൂല. അങ്ങനെ ഒരാൾക്ക് പവർ ആയാല് രാത്രികൾ മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കിടിലം കോഡറായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മാസം 1 ലക്ഷം രൂപയുടെ സാലറി കിട്ടൽ ഇങ്ങനെ പറ്റും എന്ന് ഞാൻ പറയും. യൂട്യൂബിൽ നിന്നും ബ്രാൻഡ് ഡീൽസിൽ നിന്നൊക്കെ മോശമല്ലാതെ ഒരു ഫോളോവേഴ്സ് ഉണ്ടായാൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസക്കൊക്കെ ഒരു കയ്യും കണക്കില്ലാത്ത അവസ്ഥയിലാണ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാരിക്ക് പറഞ്ഞ പോയിന്റ് ശരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, കാരണം സ്വന്തം സ്കിൽസ് അപ്സ്കിൽ ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്നതിലാണ് കാര്യം. കാരണം എല്ലാവർക്കും ഇപ്പൊ ഗെറ്റ് റിച്ച് ക്വിക്ക് ആ ഒരു മെന്റാലിറ്റിയിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ എത്രങ്ങാനും ഷാരിക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണല്ലോ സ്കാംസിനെ പറ്റിയിട്ട്. ഇങ്ങനത്തെ ഓരോ സ്കീംസ് വരും, അതിൽ വീണ് പോകാൻ ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ടാകും. ഇപ്പൊ എനിക്ക് തന്നെ ഷാരിക്കിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടു തോന്നുന്നത് ഈ BTC ബിറ്റ്സ്, BTC ഫണ്ട്. ആ ടൈമിൽ കോളേജിലൊക്കെ ഭയങ്കര കത്തി കിടക്കുന്ന സാധനം. ഓരോരുത്തർ ബൈക്ക് എടുക്കുന്നത്, കാർ എടുക്കുന്നത്, കാരണം അത്രക്ക് റിട്ടേൺസ് അവർക്ക് ആ ടൈമിൽ കിട്ടിയിരുന്നു ഒരു ടൈമിൽ. പിന്നെയാണ് അത് പൊട്ടിപ്പോയത്. ഓൾറെഡി ഫാരിസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതായത് ആ ഗെറ്റ് റിച്ച് ക്വിക്ക് തോട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു നീഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. യൂത്തിന് പൈസ ഉണ്ടാക്കണം എന്നുള്ള തോട്ട് ഉണ്ട്. പക്ഷെ ആ തോട്ട് പോകുന്ന റൂട്ട് അത്ര പലപ്പോഴും കറക്റ്റ് ആയിട്ട് ആകാതെ ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം, എങ്ങനെ പണിയെടുക്കാതെ ഉണ്ടാക്കാം, അല്ലെ? അവിടെയാണ് സ്കാംസിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോ ഈ അടുത്ത് സ്കാംസിന്റെ പേരെടുത്ത് പറയണമെന്നില്ല, മൾട്ടിപ്പിൾ ഹൺഡ്രഡ്സ് ഓഫ് ക്രോർസ് ഒക്കെയാണ് ഓരോ സ്കാമിലും പോയിക്കൊണ്ടിരിക്കുന്നത്.